Shridhar Jewellers, Gold and Diamonds, presenting an extraordinary collections of gold and diamonds. 75 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം. Shridhar Jewellers, since 1950, east of Central Junction, KP Road, Adur. ശബരിമല പാതയിലുടനീളം ഭക്തി നിർഭരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക്. മകര സംക്രമസന്ധിയിൽ ശബരിമല ശ്രീ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുവാനുള്ള തിരുവാഭരണങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് വൻ സ്വീകരണമാണ് ശബരിമല പാതയിലെ ഓരോ സ്ഥലങ്ങളിലും നൽകുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ പന്തളം കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ട ഘോഷയാത്ര 500-ലധികം ചെറുതും വലുതുമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ബുധനാഴ്ച സന്നിധാനത്ത് എത്തും. ബുധനാഴ്ച വൈകിട്ട് ശരംകുത്തിയിൽ നിന്ന് പരമ്പരാഗതമായ രീതിയിൽ സ്വീകരിച്ച് സോപാനത്ത് എത്തിക്കുന്ന തിരുവാഭരണങ്ങൾ ചാർത്തിയാണ് ദീപാരാധന. തുടർന്ന് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. അച്ഛന് മകനെ ഒരു രാജകുമാരനായി കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഒരു സന്യാസി ഭാവത്തിൽ ശബരിമലയിൽ തപസ്സിരിക്കാനാണ് ഭഗവാൻ പോയത്. പക്ഷേ പോകുന്ന സമയത്ത് ഭഗവാൻ തമ്പുരാനോട് പറഞ്ഞ വാക്ക് പാലിക്കുവാൻ വേണ്ടിയാണ് അച്ഛൻ ഈ പേടകങ്ങൾ, ഈ തങ്ക ആഭരണങ്ങളുമായി ശബരിമലയിലേക്ക് പോകുന്നത്. അതായത് മകരസംക്രമ നാളിൽ നമ്മൾ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് മാറുന്ന കാലത്ത്, ആ സമയത്ത്, ആ ഒരു പുണ്യകാലത്താണ് ഈ ഭഗവാൻ തപസ്സിൽ നിന്നുണരുന്നത്. തപസ്സിൽ നിന്നുണരുന്ന ഭഗവാനെ ആഭരണമണിയിച്ച് കാണുക എന്നതാണ് അച്ഛൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഈ യാത്ര പോകുന്നത്. ഇന്ന് വൈകുന്നേരം ലാഹ എസ്റ്റേറ്റിലും നാളെ വെളുപ്പിനെ ലാഹയിൽ നിന്ന് പോയി വൈകുന്നേരം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി വലിയാനവട്ടത്തെത്തി നീലിമലത്തോട് വഴിയാണ് തിരുവാഭരണങ്ങൾ പോവും. തമ്പുരാൻ പമ്പയിൽ താമസിക്കുകയും ചെയ്യും. തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കുന്ന അയ്യപ്പ ഭക്തർക്ക് പ്രയാർ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ധാരാളം ആളുകൾ ഓരോ വർഷവും എത്തിച്ചേരുന്നതും അതിന് തക്കവണ്ണം ഉള്ള ധാരാളം ആളുകൾക്ക് വരുന്നവർക്ക് യാതൊരു ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കും തടസ്സമില്ലാത്ത രീതിയിൽ വഴിനീള എല്ലാ വീടുകളിലും വിളക്ക് വെച്ച് ആരാധിച്ചും ഭക്ഷണങ്ങൾ നൽകിയും ഈ വരുന്ന ഭക്തർക്ക് നൽകി വരുന്നതായി നമുക്ക് കാണാം. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.